ലോകത്താകമാനമുള്ള പ്രവാസികൾക്ക് ആരോഗ്യ രക്ഷാ ഇൻഷുറൻസ് പോളിസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമുക്കറിയാം, പ്രവാസ ലോകമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ പരിച്ഛേദമായി മാറിയിരിക്കുകയാണ്. ഇവിടെ മലയാളിയുണ്ടോ അവിടെ കേരളമുണ്ട് എന്ന സങ്കല്പമാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകവരെയുള്ള ധാരാളം മുൻകൈകൾ വന്നത്. ആ ലോകസഭയിൽ നിന്ന പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് കഴിഞ്ഞ 2 വർഷം നിർദ്ദേശമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതി കൊണ്ടുവരണം എന്നത്. കാരണം വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അവിടെ ചികിത്സ താങ്ങാൻ പറ്റാത്ത വിധം വളരെ വലുതാണെന്ന് നമുക്കറിയാം. ഇൻഷുറൻസ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സാധാരണക്കാർക്ക് ഒരിക്കലും വിട്ടുവീഴാൻ പറ്റാത്ത തുകയാണ് ഇൻഷുറൻസ് പ്രീമിയമായിട്ട് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഉള്ള 450 ഹോസ്പിറ്റലുകളിലും ഇന്ത്യയിലെ 14,000 ഹോസ്പിറ്റലുകളിലും ക്യാഷ് ട്രീറ്റ്മെൻറ്റോട് കൂടിയുള്ള ഒരു പരിരക്ഷാ പദ്ധതി കൊണ്ടുവരാൻ നമുക്ക് അറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിൻ്റെ വാർത്തകൾ തോന്നും. ഒരു പോളിസി അല്ലേ, ഇൻഷുറൻസ് അല്ലേ, അന്നത്തെ വിശദീകരിക്കുന്നത് ഇൻഷുറൻസ് പോളിസി ആരും കിട്ടുന്നു. അതിൻ്റെ കേവലം ഒരു ഇൻഷുറൻസ് പോളിസി എന്നുള്ള നിലയിലല്ല, ഗവൺമെൻറ് ക്ഷേമ പദ്ധതി എന്നൊക്കെയാണ് അവിടെ വരുന്നത്. ഭാഗമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇതിനെ ഉൾപ്പെട്ടിട്ടുണ്ട്. സാധാരണ പദ്ധതിയിൽ നിന്ന് ഭിന്നമായിട്ട് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആനുകൂല്യങ്ങളോടുകൂടിയാണ് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് വിശദാംശങ്ങൾ അജിത്ത് പറയും. ഈ പദ്ധതി വിജയകരമാക്കാൻ എല്ലാ പ്രവാസികളും സഹായിക്കണം. രജിസ്ട്രേഷൻ തുടങ്ങിയ രജിസ്ട്രേഷൻ ഭാഗമായിട്ട് പ്രവാസി ID കാർഡ്, നോർക്ക് ID കാർഡുള്ളവർക്ക് മാത്രമാണ് ഇന്ന് ID കാർഡ് എടുക്കാൻ വേണ്ടി എല്ലാവർക്കും അവസരമുണ്ട്. അതിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങളുടെ പദ്ധതിയുടെ വിശദീകരണം നടത്താൻ ക്ഷണിക്കുന്നു. പ്രവാസി കാര്യ വകുപ്പും നോർക്ക റൂട്ട്സ് വഴി പ്രവാസി ക്ഷേമ മേഖലയിൽ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് നോർക്ക കെയർ. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട റെസിഡൻറ്റ് വൈസ് ചെയർമാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് കവറേജ് എല്ലാ പ്രവാസി മലയാളികൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. നോർക്കയുടെ പദ്ധതികളുടെ ഒരു പ്രത്യേകത, അത് പ്രവാസ മേഖലയിൽ പ്രവാസികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അതായത് ഞങ്ങളതിനെ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് പ്രോജക്റ്റുകളെന്നാണ്. ഈ പദ്ധതിയും തീർച്ചയായിട്ടും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. പ്രവാസി സംഘടനകളും പ്രവാസികളും പല പ്രാവശ്യം മുന്നോട്ട് വെച്ച ഒരു ആവശ്യമാണ് ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്. ഈ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസിൽ അതൊരു കുടുംബത്തെ കൂടി, പ്രവാസിയുടെ കുടുംബത്തെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയായിരിക്കണം. അഫോർഡബിൾ ആയിരിക്കണം, ആക്സസബിൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രവാസികൾ മുന്നോട്ട് വെച്ച് തരുന്നു. പ്രവാസികളുടെ സംഗമമായ ലോക കേരള സഭ ഇല്ലേ, 2ാം ലോക കേരള സഭയിലും 3ാം ലോക കേരള സഭയിലും പ്രവാസി പ്രതിനിധികൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. കാരണം ആ സമയത്ത് നിലവിലെ അപകട ഇൻഷുറൻസ് കവറേജ് നോർക്കയ്ക്കുണ്ടായിരുന്നു, ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് വേണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 4ാം ലോക കേരള സഭയിൽ ഈ നിർദ്ദേശം വന്നപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി 4ാം ലോക കേരള സഭയുടെ കൺക്ലൂഡിംഗ് സെഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും അത് നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ നോർക്ക റൂട്ട്സ് വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായിട്ടും സ്ഥാപനങ്ങളുമായിട്ടും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും പ്രവാസികളുടെ ഇൻപുട്സ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു പദ്ധതി പ്രവാസി ക്ഷേമ പദ്ധതിയായിട്ട് ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത പദ്ധതിയായിട്ടാണ് ഇന്ന് നോർക്ക കെയർ ആരംഭിക്കുന്നത്. വൈസ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജിനോടൊപ്പം 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് കൂടി ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്ത് നോർക്ക കെയർ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇതിന് ഇന്ത്യക്ക് പുറത്ത് ഉള്ള ഏകദേശം 4 ദശലക്ഷത്തോളം പ്രവാസി മലയാളികളും ഇന്ത്യക്ക് അകത്ത് കേരളത്തിന് പുറത്തുള്ള
ഏകദേശം 3.5 ദശലക്ഷത്തിലധികം പ്രവാസി മലയാളികളും ഉൾപ്പെടെ ഏകദേശം 7 ദശലക്ഷത്തിന് മുകളിലുള്ള പ്രവാസി മലയാളികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് നോർക്കയ്ക്ക് നിലവിൽ നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന നോർക്ക ID കാർഡ് പദ്ധതിയുമായിട്ട് ഇത് യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർക്ക ID കാർഡ് അംഗത്വമുള്ള പ്രവാസി മലയാളികൾക്ക് വേണ്ടി നോർക്ക ഒരുക്കുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ നിരവധി ആശുപത്രികൾ മുന്നോട്ട് വന്നു. ഇന്ന് 500ഓളം ആശുപത്രികൾ, കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് 500ഓളം ആശുപത്രികൾ ഈ ശൃംഖലയുടെ ഭാഗമാകുന്നതിനൊപ്പം ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ 17,000-ലധികമായി കഴിഞ്ഞിരിക്കുന്ന നമ്പർ ആശുപത്രികൾ ഈ പദ്ധതിയുമായിട്ട് ജീവിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് ഇതിൻ്റെ ഇൻഷുറർ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. അതോടൊപ്പം ബ്രോക്കറിംഗ് കമ്പനിയായ മഹീന്ദ്ര ബ്രോക്കേഴ്സും ഈ പദ്ധതിയിൽ നോർക്ക റൂട്ട്സിൻ്റെ ഒപ്പം പങ്കുചേരുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ സെപ്റ്റംബർ 22 അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഹയത്ത് റീജൻസി ഹോട്ടൽ വെച്ച് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. ഈ ചടങ്ങിൽ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. ആ ചടങ്ങിൽ നോർക്കയുടെ ഡയറക്ടർമാർ, അതോടൊപ്പം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് IAS, നോർക്കയുടെ സെക്രട്ടറി ശ്രീ S. ഹരികിഷോർ IAS, അതോടൊപ്പം നോർക്കയുടെ വിവിധ സ്ഥാപനങ്ങളുടെ CEO-മാർ, MLA-മാർ, പൗരപ്രമുഖരെ, പ്രവാസി പ്രതിനിധികളെ, പ്രവാസി സംഘടനയുടെ പ്രതിനിധികളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഒരു മാസക്കാലം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 22 വരെ ഒരു മാസക്കാലം എൻറോൾമെൻറ്റ് കാലമായിട്ട് നോർക്ക ഓപ്പൺ ചെയ്തിരിക്കും ഈ പദ്ധതി. ഈ സമയത്ത് പ്രത്യേകമായി തയ്യാറാക്കിയപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇതിനകത്തെ ലോകമെങ്ങുമുള്ള പ്രവാസികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിന് ശേഷം നവംബർ 1 മുതലാണ് ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്. നവംബർ 1 മുതൽ 2026 ഒക്ടോബർ 31 വരെയായിരിക്കും ഇതിൻ്റെ കാലാവധി. ഒരു വർഷ കാലാവധിയാണ് ഇതുണ്ടാകുന്നത്. അതിനുശേഷം വീണ്ടും നവംബർ 1 മുതൽ അടുത്ത 2026 നവംബർ 1 മുതൽ ഇത് പുതുക്കും. ഈ രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രായപരിധി നിശ്ചയിച്ചത് 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രായം കൂടുന്നതനുസരിച്ച് ഇൻഷുറൻസ് പ്രീമിയം സ്കെയിൽ അപ്പ് ചെയ്യും. ഇവിടെ വി ആർ ഗിവിങ് എ ഫ്ലാറ്റ് പ്രീമിയം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 18നും 70 വയസ്സ് വരെയുള്ളവർക്ക് ഒരേ പ്രീമിയമാണ് ചാർജ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റുകളില്ലാതെയാണ് പ്രവാസികൾക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പലപ്പോഴും ജോയിൻ ചെയ്യണമെങ്കിൽ ഏജ് ബാർ അനുസരിച്ച് മെഡിക്കൽ ടെസ്റ്റുകൾ വേണം. അതോടൊപ്പം തന്നെ നിലവിലുള്ള രോഗങ്ങൾക്ക് പരിരക്ഷ നൽകിക്കൊണ്ടാണ് ഈ ഇൻഷുറൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലുള്ള രോഗങ്ങളുടെ പേരിൽ ഒരു എക്സ്ക്ലൂഷനും ഈ പദ്ധതിയിലില്ല. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാത്തിരിപ്പ് കാലാവധി ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം, ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ 1 വർഷം, 2 വർഷം, 3 വർഷത്തിൻ്റെ ചില കാത്തിരിപ്പ്. പിന്നെ രോഗങ്ങൾക്കും പ്രൊസീജിയറുകൾക്കും ലിമിറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രവാസിയും പ്രവാസിയുടെ കുടുംബത്തിനുമുണ്ട്. കുടുംബം എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് പ്രവാസിയുടെ പങ്കാളി, 2 കുട്ടികൾ, 25 വയസ്സ് വരെയുള്ള 2 കുട്ടികൾ. പ്രവാസി വിദേശത്തും ഫാമിലി നാട്ടിലുള്ള കുടുംബത്തിനാണ് കിട്ടും. അതല്ല ഇനിയും വിദേശത്താണ് കുടുംബം ഉണ്ടെങ്കിലും കിട്ടും. പക്ഷേ ചികിത്സ ഒരുക്കിയിരിക്കുന്നത് ഈ ഫേസിൽ ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയിലെ ആശുപത്രികളിലായിരിക്കും ചികിത്സാ സംവിധാനം. ഈ ചികിത്സാ സംവിധാനത്തിലും പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ 500 ആശുപത്രികളിലും ഇന്ത്യയിലെ 17,000 ആശുപത്രികളിലും
ക്യാഷ്ലെസ് ആയിട്ടാണ് ചികിത്സ ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഒരു അപകട ഇൻഷുറൻസ് കവറേജ് ആയിട്ട് 10 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. നിലവിൽ തന്നെ നോർക്ക ID കാർഡ് എടുക്കുന്ന പ്രവാസി മലയാളികൾക്ക് 5 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതിന് പുറമെയാണ് ഈ പദ്ധതി കൂടി ചേരുമ്പം 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് കൂടെ വരുന്നുണ്ട്. പദ്ധതിയുടെ ഒരു പ്രധാന പ്രത്യേകത നോർക്ക ID കാർഡ് മെമ്പർമാരായിരിക്കണം. ഇക്കാര്യത്തിൽ നോർക്കയ്ക്ക് ഇന്ന് 3 ID കാർഡുകളും നോർക്ക ഇറക്കുന്നുണ്ട്. പ്രവാസി ID കാർഡ് 18 വയസ്സിനും 70 വയസ്സ് വരെയുള്ള പ്രവാസികൾക്ക് പ്രവാസി ID കാർഡ് പദ്ധതിയുണ്ട്. കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് താമസിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട് NRK ID കാർഡുണ്ട്. ഇത് കൂടാതെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റുഡൻറ് ID കാർഡുണ്ട്. ഈ 3 ID കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ID കാർഡ് മെമ്പേഴ്സിനും ഈ പദ്ധതിയുടെ ഭാഗമാകാം.